ചെറുപുഴയിൽ നിന്ന് ലോക ബാഡ്മിന്റണിന്റെ കടലിലേക്കുള്ള യാത്ര. അതാണ് മലയാളി താരം ട്രീസ ജോളിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ ആ യാത്രയ്ക്ക് പിന്നിൽ മായാജാലങ്ങളൊന്നുമില്ല. കഴിഞ്ഞ മെയ്യിൽ 23-ാം പിറന്നാൾ ആഘോഷിച്ച ട്രീസ കോർട്ടിലൊഴുക്കിയ വിയർപ്പ് തന്നെയാണ് അർജുന പുരസ്കാര നേട്ടം വരെ എത്തിച്ചത്. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ലോക ചാമ്പ്യൻഷിപ്പ് 2ാം റൗണ്ട് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ട്രീസയെ തേടി സന്തോഷ വാർത്ത എത്തിയത്. വനിതാ ഡബിൾസിലെ പങ്കാളി ഗായത്രിക്കും പുരസ്കാരമുണ്ടെന്നറിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷം. അച്ഛൻ ജോളി മാത്യു കായികാധ്യാപകനായതിനാൽ കുട്ടിക്കാലം മുതൽ ഗ്രൗണ്ടിലിറങ്ങി ശീലിച്ചവളാണ് ട്രീസ. 5ാം വയസ്സിൽ മകളുടെ കയ്യിൽ ജോളി ഷട്ടിൽ ബാറ്റ് കൊടുത്തു. ഇവിടുന്ന് എൻ്റെ പരിശീലനത്തിലൂടെയായിരുന്നു ഒരു അണ്ടർ 30 വരെ പരിശീലിച്ചത്, അണ്ടർ 12 വരെ. അതിനുശേഷമാണ് ഡോക്ടർ എൻ്റെ രാമചന്ദ്രൻ സാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. ഇന്ന് 5:30 ഒരു മാച്ചുണ്ട് കൊച്ചിന്, 32 2ാം റൗണ്ട്. അപ്പോൾ ആ മത്സരത്തിനും റെഡിയായിട്ട് ഇരിക്കുകയാണ്. 2 മാസം ഇഞ്ചുറിയൊക്കെ ആയിരുന്നു. അതിനുശേഷം മത്സരത്തിലേക്ക് എത്തിയതേ ഉള്ളൂ. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് വിചാരിക്കുന്നു. ഈ അവാർഡ് ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല, ഇനിയും ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിലേക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും എല്ലാം ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു. 2 വർഷങ്ങൾക്കു ശേഷം അണ്ടർ 10 സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ട്രീസ കോർട്ടിലിറങ്ങി. പിന്നീട് അങ്ങോട്ട് ഷട്ടിലിൽ ചരിത്രത്തിലേക്കുള്ള സ്മാഷുകളുമായി ട്രീസ മുന്നേറി. 10ാം വയസ്സിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച താരം 7ാം ക്ലാസ് വരെ അച്ഛന് കീഴിൽ തന്നെയാണ് പരിശീലിച്ചത്. പിന്നീട് കണ്ണൂർ സർവകലാശാല കായിക മേധാവി അനിൽ രാമചന്ദ്രന്റെ കീഴിലേക്ക് പരിശീലനം മാറ്റി. കൂടുതൽ പ്രൊഫഷണൽ ആകുക എന്ന ലക്ഷ്യത്തോടെ ബാഡ്മിന്റണിന്റെ തറവാടായ ഹൈദരാബാദിൽ 1 വർഷം മുൻപാണ് ട്രീസ എത്തിയത്. അവിടെ ഇതിഹാസ താരമായ ഗോപിചന്ദിന്റെ കീഴിൽ പരിശീലനം. അന്ന് ഗോപിചന്ദിന്റെ മകൾ ഗായത്രി ഡബിൾസിലൊരു പങ്കാളിയെ അന്വേഷിക്കുന്ന സമയമായിരുന്നു. ബാക്ക് കോർട്ടിൽ നിന്ന് അറ്റാക്കിംഗ് ഗെയിം കളിക്കുന്ന പങ്കാളിയെ ആയിരുന്നു ഗായത്രിക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ ആ അന്വേഷണം ട്രീസയിലെത്തി നിന്നു. 2021 സ്പെയിൻ മാസ്റ്റേഴ്സിലൂടെയായിരുന്നു ഇരുവരും അന്താരാഷ്ട്ര ടൂർണമെന്റിൽ അരങ്ങേറിയത്. അതേ വർഷം പോളിഷ് ഇന്റർനാഷണലിൽ 2ാം സ്ഥാനത്തുമെത്തി. 2021 ഇന്ത്യ ഇന്റർനാഷണൽ ചലഞ്ചായിരുന്നു ആദ്യ കിരീടം. തൊട്ടടുത്ത വർഷം ബാഡ്മിന്റണിലെ സൂപ്പർ സ്റ്റാറുകളിലൊന്നായ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ സെമി ഫൈനൽ വരെ ഇന്ത്യൻ ജോഡിയെത്തി. അന്ന് വെറും 19 വയസ്സായിരുന്നു ട്രീസ ജോളിയുടെ പ്രായം. 2ാം സീഡായ കൊറിയൻ സഖ്യത്തെ അന്ന് ഇരുവരും പരാജയപ്പെടുത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. പിന്നാലെ കോമൺവെൽത്ത് ഗെയിംസിൽ ബർമിംഗ്ഹാമിൽ ട്രീസ മിക്സഡ് ടീമിൽ വെള്ളിയും വനിതാ ഡബിൾസിൽ വെങ്കലവും കഴുത്തിലണിഞ്ഞു. 2023 ദുബായിൽ നടന്ന ഏഷ്യൻ മിക്സഡ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം, 2024 ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ ഡബിൾസിൽ സ്വർണം എന്നിവയും ട്രീസ നേടി കരുത്തു തെളിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.